കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ല ലെങ്തായി പോയത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചത്. ഇതിപ്പോൾ നോക്കി, ഇതിപ്പോൾ താഴെ നോക്കി ഡൗണിലിറങ്ങിയിട്ട് അങ്ങ് കയറി പോകണം. എന്തോരം കയറാണ്ടെന്നറിയാമോ? ഹെവിയാണ്, ഹെവി. വിശന്നിട്ട് വയ്യ. എന്താ ചെയ്യുക? ഇനി പോകുന്ന വഴി നമ്മൾ അങ്ങനെയാണ്. ഒരു 2 മണിക്കൂർ എടുക്കും നമ്മൾ ക്യാമ്പിലെത്താൻ. കരാങ്കെ ക്യാമ്പിലെത്താൻ 2 മണിക്കൂർ എത്തും. തെന്നുന്ന വഴിയാണ്. അതുകൊണ്ട് മൊത്തം പൊടിയാണ്, സ്ലിപ്പാവും നമ്മൾ പെട്ടെന്ന്. കണ്ടോ, ഭയങ്കര പൊടി അവിടെ. ഇങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ടേ, പതുക്കെ ഇറങ്ങിപ്പോണം. തെന്നി പോണം പൊടി. കണ്ടോ എന്താ ഒരു വ്യൂ അല്ലേ? കണ്ടോ, ഓ ക്ലൗഡ്സ് കാണാൻ വേണ്ടിയിട്ട് നോക്കി എന്താ ഒരു വ്യൂ. പെട്ടെന്ന് ക്യാമ്പിലെത്തിയിട്ടാണ് കഴിക്കാൻ. വിശന്നിട്ട് വയ്യ. വിശന്നിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വിശക്കുന്നത്, എന്തായിട്ടല്ല ഇപ്പോൾ കഴിക്കാം. അതേപോലത്തെ അവസ്ഥയിലാണ് ഞാനിപ്പം. കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് തീർന്നു, ഡ്രൈ ഫ്രൂട്ട്സ് തീർന്നു. ഇപ്പം എന്താ, ഇനി ഒരു 1 മണിക്കൂറിൽ കൂടുതൽ വേണം ക്യാമ്പിലെത്താൻ. നമ്മൾ വന്ന വഴി കാണുന്നതാണേ. അവിടെ നിന്നായിരുന്നു നമ്മൾ അങ്ങ് കണ്ടോ, അവിടെ നിന്നായിരുന്നു വന്നത്. ആ ഒരു വഴിയിൽ നിന്ന് വന്ന് ഇപ്പം നമ്മുടെ ക്യാമ്പ് കാണുന്നില്ല. നമ്മുടെ റൈഡാണ് മുന്നിൽ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് അഡ്വഞ്ചർ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അല്ല ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. ഞങ്ങൾ വരുന്ന വഴിയിലാണെങ്കിലും കുറച്ച് പേരൊക്കെ പോയി താഴോട്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള ഇത് ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഒരു ഹാർഡായിട്ടുള്ള ഒരു ട്രെക്കിങ് തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോയാൽ മതി. ഓരോ ദിവസം എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രസമായിട്ട് പോകാൻ പറ്റും. നമ്മുടെ ഗൈഡ് പറയുന്നത് കേട്ട് അവർ പറയുന്നത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ എന്താ, നല്ലതായിട്ട് ഫുഡ് കഴിക്കുക. പിന്നെ എന്താ, വേറെ ചിന്തയൊന്നും വരാതിരിക്കുക. വെള്ളം നല്ലോണം കുടിക്കുക. നല്ലതായിട്ട് കിടന്നുറങ്ങുക ഒക്കെ ചെയ്യുക. ആകുമ്പോൾ ഓരോന്നിനും ഓരോരോ ഓണ്ടി ഒരു കാര്യം കാണിച്ചു തരാം. ദേ ഒരു ഹെലികോപ്റ്റർ കാണാമോ? കണ്ടോ, അവിടെ റെസ്ക്യൂവിന് വന്നാണേ. അവിടെ റെസ്ക്യൂ പോയിൻ്റ് ആണെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഹെലികോപ്റ്റർ അവിടെ ഞങ്ങൾ മുമ്പ് സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ ആരെയോ അവിടുന്ന് കൊണ്ടുപോകുന്നതാണ്. കാണാമോ? എനിക്ക് കാണാം. ദേ പോകുന്ന കണ്ടോ? ദേ അവിടുന്ന് ആരെയോ കൊണ്ടുപോകുന്നതാണേ. ഇതുവരെ വന്നതിന് ശേഷം ഇന്നാണ് ഒരു ഹെലികോപ്റ്റർ കാണുന്നത് കേട്ടോ. ഇന്ന് 5ാമത്തെ ദിവസമാണ് ഇവിടെ. ഇവിടെ അങ്ങനെ ഹെലികോപ്റ്റർ വരും. നമ്മളെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ പോലെ ഒന്നുമില്ല. ഇത് റെസ്ക്യൂ പോയിന്റിൽ മാത്രം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഹെലികോപ്റ്റർ വന്ന് അവർ നമ്മളെ കൊണ്ടുപോകും. താഴെ കൊണ്ടുപോകും, മോശിയിൽ കൊണ്ടുപോകും. മോശിയിലാണോ എന്നറിയില്ല കേട്ടോ, ഇവിടെ കൊണ്ടുപോകും. പിന്നെ എന്താ, അങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ കാണിച്ചില്ലായിരുന്നോ, നെറ്റ്വർക്കിൻ്റെ വയർ അതായി പോകുന്നത് കൊണ്ട്
കേബിൾ പോകുന്നുണ്ട്, നെറ്റ്വർക്കിനുള്ളതാണ്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ കാണാം. ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു, പക്ഷേ അറിയില്ല. ഇനി നമ്മുടെ കരാങ്കെ ക്യാമ്പിൽ എത്തിയിട്ട് വേണം നോക്കാൻ. ഇത് പക്ഷേ ഒരു നാളത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമ്മൾ സബ്മിറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ വരെ ഓക്കെയാണ്, ഇതുവരെയും തലവേദനയോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹാപ്പിനെസ്സായി ഞാൻ. കാരണം അവിടെ പോയത് കൊണ്ടാണോ എന്നറിയത്തില്ല, നമുക്ക് അവിടെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണോ എന്നറിയില്ല, എങ്ങനെയായിരിക്കും ഇതൊക്കെയെന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ഭയങ്കര നല്ല ഒരു കുഴപ്പമില്ല, കാലുവേദന അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ ക്യാമ്പ് എവിടെയാണെന്ന് പോലും കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെട്ട് ചെയ്യാതിരിക്കുക. ഇഷ്ടപ്പെട്ടാണ് ഈ ഇതുപോലെ ട്രെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത്. അല്ലാതെ കഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് വയ്യ, കഷ്ടപ്പെട്ട് നാട് അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കരുത്. ഇത് എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു നമ്മൾ ആ ഒരു അത് നമ്മൾ അച്ചീവ് ചെയ്യും, നമ്മൾ ആ പോയിന്റിലെത്തും. നമ്മൾ അതിനാണ് വന്നിരിക്കുന്നത്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെനിക്ക് പറയാനുള്ളൂ. കുറേ ആൾക്കാർ തീർക്കുന്നുണ്ടോ? ഞാൻ ഹൈറ്റ് അവിടെ കയറി ഇറങ്ങണം. നമ്മൾ വന്ന വഴി അങ്ങനെ ഇങ്ങോട്ട് കിതയ്ക്കുന്നതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത്. വരുന്ന വഴിയെല്ലാം നല്ല കയറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു പ്ലെയിൻ ഏറിയയിൽ വന്നു. ഇനിയൊരു 1 hour കൂടെ ഉണ്ട് നമ്മുടെ കരാങ്ക ക്യാമ്പിലെത്താൻ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണേ. ചെറിയ കാറ്റുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. കാറ്റടിക്കുന്നുണ്ട് നല്ലോണം. ഇതുണ്ടോ മറ്റേ കേബിള് പോകുന്നത് നമ്മൾ വരുന്ന വഴിയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറി വന്നത് അങ്ങനായിരുന്നേ. കുറച്ച് ദൂരം ആയിട്ടുണ്ട്, ഇനിയും ഉണ്ട് നമുക്ക് നടക്കാൻ. ഇനിയും കുറേ ദൂരമുണ്ടേ. നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം പുറത്തുനിന്നുള്ള ഫോറിനേഴ്സാണ് ഈ കാണുന്നവരെല്ലാം. വലിയ ഗ്രൂപ്പ് നടന്നു, നല്ലതായിട്ട് കിതയ്ക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്യാമ്പ് കണ്ടു. അങ്ങ് ദൂരെ കാണാമേ, അങ്ങ് കാണാം. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇനി അങ്ങനെ പോകണം. കുറേ ദൂരമുണ്ട്, നമുക്കങ്ങ് ദൂരെ കാണാം ക്യാമ്പ്. കണ്ടോ, അങ്ങ് കാണാൻ പറ്റും. എന്താ ഒരു വ്യൂ എന്നറിയാവോ? ഇതെന്താ രസം ഇവിടെ, ഭയങ്കര വ്യൂ ആണ് ഇത്. അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു വ്യൂ ആണ്. ഓക്കെ, എന്ത് രസമാണ്.
അതുകൊണ്ട് നമ്മുടെ ടെൻറ്റുകളൊക്കെ അവിടെ കാണാമേ. നോണ്ട് കണ്ടോ. ഇനി നമ്മൾ കുറേ അരമണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ ഒരു പാറക്കല്ല്, ഒരു ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ്. ഇത് ഭംഗിയുണ്ട് അല്ലേ. ആ മല ഫുള്ളിറങ്ങി ഒത്തിരി പോലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ ഹെവി ആയിരുന്നു, ഹെവി ഇറക്കം തന്നെ. എന്നുവെച്ചാൽ പിടിച്ചല്ലാണ്ട് ഇറങ്ങാനേ പറ്റത്തില്ല, അതേപോലൊരവസ്ഥ. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാണ് കയറേണ്ടതെന്ന്. യോ, ടുഡേ വാസ് നോട്ട് ഈസി ഡേ. ഇന്ന് ഏറ്റവും കൂടുതൽ ഹെവി എന്ന് പറഞ്ഞാൽ ഇന്നാണ്. ഞാൻ കയറാൻ പോകുന്നത് ഇനി കാണിച്ചു തരാം ഞാൻ നിങ്ങളെ. എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇനി കയറാൻ പോകുന്നുണ്ട്. ആ ടോപ്പിലെത്തണം ഇനി. കണ്ടോ, ആ ടോപ്പിലാണ് നമ്മുടെ ടെൻറ്റ്. നമ്മൾ അവിടെ നിന്ന് കണ്ട ടെൻറ്റ് അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം ഇതിലേ കൂടെ കയറേണ്ടതെന്ന്. ഇനി അവിടെ വരെ എത്തുക എന്ന് പറയുന്നത് എപ്പോൾ എത്തുമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് എല്ലാം തീർന്നിട്ട് എനിക്ക് വിശന്നിട്ടാണെങ്കിൽ നടക്കാനും വയ്യ. എന്തോ ചെയ്യാനാ. ഇനി ഇവിടുന്ന് നടന്ന് കണ്ടോ അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് ആ വഴി ഞാൻ കൈ കാണിക്കുന്നുണ്ടോ, ആ വഴി അങ്ങ് എത്തണം. ആ ടോപ്പിൽ നമ്മളെത്തണം. അതാണ് വെരി റിസ്ക്കാണ്. ഭയങ്കരമായിട്ട് ടയേർഡായി. കണ്ടോ മഞ്ഞ് കയറി വരുന്നുണ്ടോ, കണ്ടോ. അയ്യോ, ഇപ്പം ആ തണുപ്പും തുടങ്ങി. എങ്ങനെ അവിടെ വരെ എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. ഇവിടെ എങ്ങാനും ടെൻറ്റില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം തന്നെ 2 മണിയായി. ആ മല ഫുള്ളിറങ്ങി വരും. നമ്മളിങ്ങനെ കാണിക്കുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കരമായിട്ട് വലിയൊരു മലയാണ്. 1 മണിക്കൂർ എടുത്തു അവിടെ നിന്ന് ഫുൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാലിൻ്റെയൊക്കെ ഇടപാട് തീർന്നു. എങ്ങനെയാണെന്നും അറിയത്തില്ല. എന്തായാലും തണുപ്പ് പോയി. എൻ്റെ ഗൈഡ് ഫുള്ള് ഇതുകൊണ്ട് ഗൈഡ് അങ്ങോട്ട് പോയി കേട്ടോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇതുണ്ടോ, ആ ഫുള്ള് മലയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഫുൾ അവിടുന്ന് ആ ടോപ്പ് ഉണ്ടോ, അവിടെ നിന്നാണ് ഇപ്പം ഇറങ്ങിയത്. ഇനി ഇതാ കയറാൻ പോകുന്നത്. ഇതുണ്ടോ, ഇങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണേ. റെസ്റ്റ് ടൈം. ഞാനും ഹുസൈൻ ബ്രോയും കൂടെ, എൻ്റെ ഗൈഡാണ്, റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഇരുന്നു. കരാങ്ക ഹട്ട് 3930 മീറ്ററിലാണ്. അങ്ങനെ അവസാനം അറ്റ് ലാസ്റ്റ് ഇവിടെ എത്തി. വരുന്ന വഴി ഒരു സംഭവം ഉണ്ടായി. ഒന്ന് തെന്നിയടിച്ച് വീണു. കാണിച്ചു തരാം ഞാൻ എന്നെ. കണ്ടോ ഫുള്ള് കണ്ടോ, അതൊന്ന് സ്ലിപ്പായതാ, നിറങ്ങിപ്പോയി. കണ്ടോ, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയില്ല വേറെ. എന്തായാലും ഗൈഡൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പിടിച്ച് ഇവിടെ അടുത്തെത്താറായപ്പോഴായിരുന്നു. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ടെൻറ്റിൻ്റെ അവിടെ എത്തി. Hey Wade. Yeah, hook me up, brother. Some dude is. അതാ കരാങ്ക ക്യാമ്പ് 3995 മീറ്ററിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നാളെ നമ്മൾ ബറാഫു ക്യാമ്പിലാണ് പോകുന്നത്. 4 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. പിന്നെ സ്റ്റെല്ല പോയിന്റ് ആൻഡ് ഉഹുറു പീക്ക് ആണ്. ബോർഡ് നോക്കി. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.